നമസ്കാരം. വഴിതെറ്റിയ ഇടതുകപ്പലിനെ അറബിക്കടലിൽ താഴ്ത്തിയ കേരളം വർഗീയ നൗകകളുടെ പായ്മരങ്ങളും അറുത്തു. വിദ്വേഷ നാവുകളെ നിയമസഭയിൽ വിലക്കിയവർ BJP അധ്യക്ഷനുൾപ്പെടെ അർഹരെന്ന് തോന്നിയവരെ നിയമസഭയിൽ എത്തിക്കുകയും ചെയ്തു. ജനാധിപത്യത്തിന്റെ പ്രഹരശേഷി 100-ന് മുകളിലെന്ന് പ്രവചിച്ച VD സതീശന്റെ നേതൃത്വത്തിലായിരുന്നു UDF താണ്ഡവം. ജനമനസ്സിത്ര കൃത്യമായി വായിച്ച ഈ നേതൃപാടവത്തിന് ജനങ്ങളുടെ ആവശ്യങ്ങളും മനസ്സിലായേക്കും. ഇനിയാണ് വെല്ലുവിളി. പെരുച്ചാഴിപ്പറ്റ ഖജനാവ്, വന്യജീവി തെരുവു നായകൾ, കർഷകരോധനം, ആശയറ്റ തൊഴിലാളികൾ, അഴിമതി, ധൂർത്ത്, സ്വജനപക്ഷപാതം, വർഗീയ കലകളുടെ വിദ്വേഷ ഭജനകൾ. പുതിയൊരു കേരള സ്റ്റോറി എളുപ്പമല്ല, പക്ഷേ സാധ്യമാണ്. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ആഞ്ഞടിച്ച UDF തരംഗത്തിൽ വിറച്ചെങ്കിലും പിടിച്ചുനിന്ന് തൃശൂർ. ആകെ 13-ൽ 4 UDF-ഉം 9 LDF-ഉം നേടി. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാറിന്റെ തോൽവിയിൽ ഞെട്ടി LDF. കഴിഞ്ഞ തവണ സുനിൽകുമാർ നേടിയ 1.25 ലക്ഷത്തോളം വോട്ടുകൾ അട്ടിമറിച്ചു. 8000 വോട്ടിന് മേൽ നേടിയാണ് OJ ജനീഷിന്റെ വിജയം. CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ US ശശി അനുസ്മരണം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ആഞ്ഞടിച്ച UDF തരംഗത്തിൽ വിറച്ചെങ്കിലും പിടിച്ചുനിന്ന് തൃശൂർ. ആകെ 13-ൽ 4 UDF-ഉം 9 LDF-ഉം നേടി. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, തൃശൂർ മണ്ഡലങ്ങളിൽ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തു. ചാലക്കുടിയിലും ഭൂരിപക്ഷം വർദ്ധിച്ചു. ചേലക്കരയിൽ CPM സ്ഥാനാർത്ഥി 29,386 വോട്ടിന്റെ തകർപ്പൻ ജയം നേടിയപ്പോൾ മണലൂരിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് 126 വോട്ടിന് കടന്നുകൂടി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് മണലൂരിലേത്. തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ J പല്ലൻ 26,803 വോട്ടിന് വിജയിച്ചു. കോൺഗ്രസ് വിട്ട് വൻ വിജയപ്രതീക്ഷയുമായി BJP ടിക്കറ്റിലിറങ്ങിയ പത്മജ വേണുഗോപാൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. CPI-യിൽ കലാപക്കൊടി ഉയർത്തി BJP-യിലെത്തി നാട്ടികയിൽ മത്സരിച്ച CC മുകുന്ദൻ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസ് M-ൽ ചേർന്ന് ചാലക്കുടിയിൽ മത്സരിച്ച അഡ്വക്കേറ്റ് ബിജു S ചിറയത്തും തോൽവി അറിഞ്ഞു. ഭൂരിപക്ഷം 3-ൽ 1 കുറഞ്ഞെങ്കിലും വടക്കാഞ്ചേരിയെ ഇടതുചേരിയിൽ നിർത്തി സേവ്യർ ചിറ്റിലപ്പിള്ളി. 2021-ൽ അനിൽ അക്കരയ്ക്കെതിരെ 15,168 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിൽ ഇക്കുറി ഭൂരിപക്ഷം 5,690 കുറഞ്ഞു. കോൺഗ്രസിലെ യുവ തുർക്കി PN വൈശാഖിനെയാണ് പരാജയപ്പെടുത്തിയത്. വാശിയേറിയ പോരാട്ടത്തിൽ കുന്നംകുളത്ത് 3-ാം വട്ടവും വെന്നിക്കൊടി പാറിച്ച് AC മൊയ്തീൻ. ആകെ പോൾ ചെയ്ത 1,51,837 വോട്ടിൽ 69,522 എണ്ണവും മൊയ്തീന്റെ പെട്ടിയിലായി. കോൺഗ്രസിലെ PT അജയ് മോഹൻ 64,959 വോട്ടുകളുമായി മികച്ച പ്രകടനം നടത്തി. 2021-ൽ 26,631 വോട്ടുകൾക്ക് വിജയിച്ച മൊയ്തീൻ ഇക്കുറി 4,563 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒതുങ്ങി. ഇടതിന്റെ കുത്തക കോട്ടയെന്നുറപ്പിച്ച് 1996 മുതലുള്ള തേരോട്ടം തുടർന്ന് ചേലക്കര. ആകെ പോൾ ചെയ്ത 1,60,981 വോട്ടുകളിൽ 76,073 വോട്ടുകൾ CPM-ന്റെ UR പ്രദീപ് നേടി. മണ്ഡലം വച്ചുമാറ്റത്തിനിടെ മുസ്ലിം ലീഗിന് ലഭിച്ചെങ്കിലും സ്ഥാനാർത്ഥിയെ ലഭിക്കാത്തത് തിരിച്ചടിയായി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തുടർച്ചയായി ഗുരുവായൂർ മണ്ഡലം നിലനിർത്തി LDF. 2-ാം വട്ടം മത്സരിക്കാനിറങ്ങിയ NK അക്ബർ ഒന്ന് വിറച്ചെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ കടന്നുകൂടി. ആകെ പോൾ ചെയ്ത 1,60,468 വോട്ടുകളിൽ 66,069 വോട്ടുകൾ അക്ബറിന് ലഭിച്ചു. 2006 മുതൽ തുടർച്ചയായി 2 പതിറ്റാണ്ട് ഇടതിനൊപ്പമാണ് മണ്ഡലം. 2021-ൽ 18,268 വോട്ടുകൾക്കാണ് ജയിച്ചതെങ്കിൽ ഇക്കുറി 1998 ചുരുങ്ങി. മുസ്ലിം ലീഗിലെ CH റഷീദിനെയാണ് പരാജയപ്പെടുത്തിയത്. ആകെ 13-ൽ 4 UDF-ഉം 9 LDF-ഉം നേടി. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, തൃശൂർ മണ്ഡലങ്ങൾ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തു. ചാലക്കുടിയിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. കൊടുങ്ങല്ലൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് തകർപ്പൻ വിജയമാണ് നേടിയത്. ചേലക്കര, ഗുരുവായൂർ, കുന്നംകുളം, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട് എന്നിവിടങ്ങളിലാണ് LDF വിജയം. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാറിന്റെ തോൽവിയിൽ ഞെട്ടി LDF. കഴിഞ്ഞ തവണ സുനിൽകുമാർ നേടിയ 1.25 ലക്ഷത്തോളം വോട്ടുകൾ അട്ടിമറിച്ച് 8000 വോട്ടിന് മേൽ നേടിയാണ് OJ ജനീഷിന്റെ വിജയം. NDA വോട്ട് കുറഞ്ഞതും LDF പ്രതീക്ഷകളെ തകിടം മറിച്ചു. ഏതു വലിയ തരംഗം ആഞ്ഞടിച്ചാലും കൊടുങ്ങല്ലൂരും കയ്പമംഗലവും കുലുങ്ങില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു LDF-ന്. കയ്പമംഗലം ഒന്നാടിയുലഞ്ഞു. കൊടുങ്ങല്ലൂർ പക്ഷേ കടപുഴകി വീണു.
കൊടുങ്ങല്ലൂർ നഗരസഭ കൂടാതെ വെള്ളാങ്ങല്ലൂർ, പുത്തൻചിറ, മാള, പൊയ്യ, കുഴൂർ, അന്നമനട എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലം LDFന്റെ ശക്തി കേന്ദ്രമായിരുന്നു എന്ന അവകാശവാദമാണ് ഇതോടെ അലിഞ്ഞില്ലാതായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VR സുനിൽകുമാർ മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാളും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 1/4 ലക്ഷത്തോളം വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. BJPക്ക് 29,000-ഓളം വോട്ടുകൾ ലഭിച്ചിരുന്നു. 2020യുടെ സ്ഥാനാർത്ഥി വന്നതോടെ ഇത്തവണ ലഭിച്ചതാകട്ടെ 22,000-ഓളം വോട്ടുകൾ. 1/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം അട്ടിമറിച്ചാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. LDF വോട്ടുകൾ UDF പാളയത്തിലെത്തിയതാണ് UDF സ്ഥാനാർത്ഥി OJ ജനീഷിന് വിജയമൊരുക്കിയതെന്നാണ് LDF വിലയിരുത്തൽ. എന്നാൽ സുനിൽകുമാറിന്റെ പ്രവർത്തന പരാജയം തുറന്നു സമ്മതിക്കാൻ LDF തയ്യാറല്ല. വരും ദിവസങ്ങളിൽ LDFൽ സുനിൽകുമാറിന്റെ തോൽവി ചർച്ചയാകുമെന്നാണ് സൂചന. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ കൊടുങ്ങല്ലൂരിലെ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിരുന്നു. മാള, വെള്ളാങ്ങല്ലൂർ, പുത്തൻചിറ പഞ്ചായത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ജനീഷിന്റെ ഭൂരിപക്ഷം 5000-നോടടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ എണ്ണിക്കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ 720-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. പിന്നീട് എണ്ണിയ പൊയ്യ, അന്നമനട, കുഴൂർ പഞ്ചായത്തുകൾ OJ ജനീഷിനൊപ്പം നിന്നതോടെ ജനീഷിന്റെ വിജയം 8000-ൽ പരം വോട്ടുകൾക്ക് വഴിമാറി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ LDFന് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടാത്തതാണ് VR സുനിൽകുമാറിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. മീഡിയ ടൈം, മാള. മണലൂരിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിൽ ക്രമക്കേടുണ്ടായി എന്നാരോപിച്ചുകൊണ്ട് TN പ്രതാപൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഏറെ വൈകി രാത്രി 7:30യോടെയായിരുന്നു മണലൂർ മണ്ഡലത്തിലെ പ്രഖ്യാപനം വന്നത്. ആദ്യ റൗണ്ടിൽ TN പ്രതാപന് 3689 വോട്ടുകളായിരുന്നു ലഭിച്ചിരുന്നത്. രവീന്ദ്രനാഥിന് 3498 വോട്ടുകളും ലഭിച്ചു. അതായത് 191 വോട്ടുകളുടെ മുൻതൂക്കം TN പ്രതാപനുണ്ടായിരുന്നു. രണ്ടാം റൗണ്ടിൽ രവീന്ദ്രനാഥിന് 469 ഭൂരിപക്ഷം ലഭിച്ചു. 7ാം റൗണ്ട് വരെ രവീന്ദ്രനാഥ് തന്നെയായിരുന്നു മുന്നിൽ. 8ാം റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴേക്കും 1364 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ TN പ്രതാപൻ കത്തിക്കയറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണി തുടങ്ങിയതോടെ TN പ്രതാപന് തിരിച്ചടിയായിരുന്നു. അരിമ്പൂർ പഞ്ചായത്തിലെ ബൂത്തുകൾ എണ്ണിയതോടെ രവീന്ദ്രനാഥിന് ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറഞ്ഞു. ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്നതിൽ അവ്യക്തതയുണ്ടായിരുന്നു. ഒടുവിൽ 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രവീന്ദ്രനാഥ് മുന്നിലെത്തി. ഇതോടെ TN പ്രതാപൻ കൗണ്ടിംഗ് സ്റ്റേഷനിലെത്തി 5 VVPAT മെഷീനുകൾ വീണ്ടും എണ്ണാൻ ആവശ്യപ്പെടുകയായിരുന്നു. 200ഓളം തപാൽ വോട്ടുകൾ രണ്ടാമതും എണ്ണണമെന്ന് പ്രതാപൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ പരിശോധനയിലൊന്നും പ്രതാപൻ അനുകൂലമായ ഒന്നും തന്നെ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ TN പ്രതാപനെ വട്ടം കറക്കിയത് അപരനാണെന്നാണ് വോട്ട് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. വോട്ടെണ്ണി കഴിയുമ്പോൾ പ്രൊഫസർ C രവീന്ദ്രനാഥിന് 65,337 വോട്ടുകളാണ് ലഭിച്ചത്. TN പ്രതാപന് ലഭിച്ചത് 65,211 വോട്ടുകളും. വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. എന്നാൽ TN പ്രതാപന്റെ അപരൻ പ്രതാപൻ 184 വോട്ടുകൾ നേടിയതാണ് നിർണായകമായത്. അപരന് വോട്ട് പോയില്ലെങ്കിൽ TN പ്രതാപൻ ജയിച്ചേനെ. പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ അപരൻ രവീന്ദ്രനാഥ് Kയും 234 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതിനിടെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിൽ ക്രമക്കേടുണ്ടായി എന്നാരോപിച്ചുകൊണ്ട് TN പ്രതാപൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വോട്ട് ചെയ്യിക്കാൻ വേണ്ടി വീടുകളിൽ വരുന്ന പോളിംഗ് ഓഫീസർമാർ അതിൽ അറ്റസ്റ്റ് ചെയ്യണം. 80 വയസ്സിന് മുകളിലുള്ള ആളുകളെ വോട്ടിൻ്റെ എല്ലാം അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്. 154 വോട്ടിൽ അങ്ങനെ അറ്റസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കവർ തുറന്നില്ല. 4 ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ ഹോം വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന എല്ലാ സ്ഥലത്തെയും ആ 4 ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുത്തത് മുഴുവൻ ഇതേപോലെ അറ്റസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായും UDFൻ്റെ വോട്ടുകളാണ്. 184 വോട്ട് ഉണ്ട്. കൗണ്ട് ചെയ്യുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരാണ് അതിന് ഉത്തരവാദികൾ. 126 വോട്ടിനാണ് മണലൂരിൽ LDF ജയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കേസ് അന്യായം കൊടുക്കും. മീഡിയ ടൈം, തൃശൂർ. CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ US ശശി അനുസ്മരണം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്രന്റെ മരണശേഷം മാളയിൽ ആര് മത്സരിക്കണമെന്നതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ സഖാവ് US ശശി മാളയിൽ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വന്നൊരു വാർത്ത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചെത്തുതൊഴിലാളിയെ
നിയമസഭാ സ്ഥാനാർത്ഥിയായി CPI പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. കാരണം നമ്മളെപ്പോലുള്ള ഒരു പാർട്ടിക്കാണ് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ചെത്തുതൊഴിലാളികളും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാനും അവരെ ജയിപ്പിക്കാനും നിയമസഭയിലേക്ക് അയക്കാനും കഴിയുന്നത് നമ്മളെപ്പോലുള്ള ഒരു പാർട്ടിക്കാണ്. KP പ്രഭാകരൻ ചെത്തുതൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നുണ്ട്. പക്ഷെ കണ്ടുചെത്താൻ പോയിട്ടില്ല. സംസ്ഥാന ഭാരവാഹിയായി അതിന്റെ യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിൽ അതിന് മറ്റു പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളിയായി നിൽക്കുമ്പോഴാണ് നിയമസഭയിലേക്ക് മത്സരിച്ച് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി KP പ്രഭാകരൻ പ്രവർത്തിച്ചത്. മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. KV സുജിത് ലാൽ, MK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ ജപ സമർപ്പണവും സമ്പൂർണ്ണ നാരായണീയ പാരായണവും നടന്നു. ആചാര്യൻ ദിലീപ് നായരുടെ നേതൃത്വത്തിൽ തൻകുളം ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ ജപ പഠനം പൂർത്തിയാക്കിയ 50ഓളം കുട്ടികളാണ് ഇന്ന് സമർപ്പണം നടത്തിയത്. മായ ഉല്ലാസ്, ഹരിഹരൻ എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. തുടർന്ന് ആചാര്യ സുമതി R നായരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. ശുക്ലാംബരധരൻ തൊട്ട് തൊടുങ്ങൂ കേട്ടോ. എല്ലാവരും മനസ്സിലത് ഉണ്ടായിക്കോട്ടെ. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എന്നാൽ ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക മുന്നറിയിപ്പില്ല. ബുധനാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ആഞ്ഞടിച്ച UDF തരംഗത്തിൽ വിറച്ചെങ്കിലും പിടിച്ചുനിന്ന് തൃശൂർ. ആകെ 13-ൽ 4 എണ്ണം UDFും 9 എണ്ണം LDFും നേടി. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാറിന്റെ തോൽവിയിൽ ഞെട്ടി LDF. കഴിഞ്ഞ തവണ സുനിൽകുമാർ നേടിയ 1/4 ലക്ഷത്തോളം വോട്ടുകൾ അട്ടിമറിച്ചു. 8000 വോട്ടിന് മേൽ നേടിയാണ് OJ ജനീഷിന്റെ വിജയം. CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ US ശശി അനുസ്മരണം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.